ഹലോ, അടുത്ത കുക്കിംഗ് വീഡിയോ ആണേ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ കുറച്ച് റവ ഇവിടെ വറുത്ത് വെച്ചേക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റവ ഉപ്പുമാവ് നിങ്ങളെ കാണിക്കാൻ പോവാം കേട്ടോ. ഇപ്പോഴത്തേക്ക് ഒത്തിരി ഡയറ്റീഷ്യൻസ് ഒക്കെ പറയുന്ന റവയിൽ നമ്മൾ വെറുതെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനേക്കാളും അതിനകത്ത് കുറച്ചുകൂടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ കൂടുതൽ ബെനിഫിറ്റും അത് ഹെൽത്തി ആവുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ആ ഹെൽത്തിയിൽ എൻ്റെ ഒരു വേർഷനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ റവ വറുത്ത അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ഇഞ്ചി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയുടെ ടേസ്റ്റ് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ, പ്രത്യേകിച്ച് ഉപ്പുമാവിൽ. അതിൻ്റെ തൊട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞാനിവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്രൊക്കോളി ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ബ്രൊക്കോളി ഇട്ടതിന് ശേഷം ബ്രൊക്കോളി നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ ഉപ്പിടാം, അല്ലെങ്കിൽ വെള്ളം തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് അപ്പോഴും വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉപ്പിടുന്നുണ്ട്, പക്ഷേ അത് ഇതിൻ്റെ അകത്ത് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ ഞാൻ ക്യാരറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ 1 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്, കറക്റ്റ് പാകത്തിനുള്ള ഉപ്പുണ്ട് കേട്ടോ. നമ്മുടെ മിക്സ് ഒന്ന് തിളച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവയും വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് റവ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്ത് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ്. ചിക്കൻ കറി ബെസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. ഓക്കെ, ബൈ.